നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിടാം. ഇന്ന് നമ്മളുണ്ടാക്കുന്ന ബ്രെഡ് ഉപ്പുമാവാണ്. ഇതാ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് ഒഴിക്കാം. നമുക്ക് ഉള്ളി അങ്ങോട്ടിട്ട് വാട്ടാം. ഈ ബ്രെഡിനൊക്കെ മധുരം ഉള്ളത് കൊണ്ട് പിഞ്ചുപ്പ് മതി. ഉള്ളി നന്നായിട്ട് വാടണം. ഇഞ്ചി ഇടാം, കറിവേപ്പില ഇടാം, മുളകിടാം. ഇത് നമുക്ക് നല്ലപോലെ വാടി വരണം. നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ഇട്ട് ഇതും ഈ പറഞ്ഞ പോലെ നല്ലപോലെ വാടി വരണം. നല്ല കടി, അല്ലെങ്കിൽ പച്ച കടിക്കുമ്പോൾ കടിന്ന് കടിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല, നല്ലപോലെ ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ ഇത് വെന്ത് വാടി വരണം. ഇത് നല്ലോണം വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ബ്രെഡ് നമുക്കിതിലൊന്നിട്ട് പൊടിക്കാം. അധികം പൊടിയും വേണ്ട, ഒന്ന് പൊടിയും ചെയ്യണം. ഇതിലിടാം. ഇതൊന്ന് പൊടിക്കട്ടെ. ബ്രെഡ് നമ്മൾ നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നല്ല പോലെ ആവണം. ആയിട്ടില്ല. ഇതിനകത്ത് പച്ചമുളക് അല്ലാതെ പിന്നെ ക്യാപ്സിക്കം ഇടാം, പിന്നെ ബീൻസ്, കടല എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ്, പച്ചക്കടല, ഗ്രീൻ പീസിൻ്റെ പച്ച അതിടാം. ബട്ടർ ചേർക്കാം. ഇതിനകത്ത് ബട്ടറിലാണ് ഇതുണ്ടാക്കുന്നതെങ്കിലാണ് ഇതിലെല്ലാം ടേസ്റ്റ് കൂടുന്നത്. ബട്ടറിലുണ്ടാക്കുമ്പോഴാണ്. അതിന് പകരം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചാലും ബട്ടറിലുണ്ടാക്കുന്ന അത്ര ഉക്കത്തില്ല. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുമ്പം ബട്ടറിലുണ്ടാക്കണം. പിന്നെ ഇതിനകത്ത് ഇടാൻ പറ്റിയത് മുട്ട പൊരിച്ചിട്ട്, മുട്ട ചിക്കി പൊരിക്കാറില്ല, കുരുമുളകൊക്കെ ഇട്ട് അങ്ങനെ ചിക്കി പൊരിച്ചിട്ട് ഇതിലിടാം. ഇതിനകത്തേക്ക് ഒഴിക്കരുത്. മുട്ട വേറെ ചിക്കി പൊരിക്കണം. മുട്ട മാത്രം കുരുമുളക് പൊടി ഇട്ട്. ഇതിൽ നമുക്കൊരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ഇടണം. അധികം വേണ്ട, ഒരു നുള്ള് ഇടാവുള്ളൂ. അധികം ഇട്ടാൽ എരിവ് കൂടുതലാവും, പിന്നെ ടേസ്റ്റും മാറും. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. കണ്ടോ, കളറ് മാറി. എൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കളറ് മാറിയതെന്ന് എനിക്കറിയുന്നില്ല. പിന്നെ ഇതിനകത്ത് പച്ചക്കറികൾ, ക്യാബേജൊക്കെ ഇതിനകത്ത് ഇതേപോലെ അരിഞ്ഞിടണം. ഇടാട്ടോ. അതായത് നമ്മൾ
ക്യാരറ്റ് അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞിട്ട് വേണം എല്ലാ പച്ചക്കറികളും ഇടാൻ. അങ്ങനെ ഇടുമ്പോഴാണ് ഇതേപോലെ എണ്ണയിൽ മൂത്ത് കിട്ടുള്ളൂ. വലുതാക്കി ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മൂത്ത് കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് ചിക്കൻ, മുട്ട വേണമെങ്കിൽ മുട്ട ഏതാണോ ഇഷ്ടമുള്ളത് അതിടാം. ഇനിയിപ്പം ചിക്കൻ്റെ ഇതാണെങ്കിലും പീസാണെങ്കിലും ഇങ്ങനെ ഇത്രയും പൊടിയാക്കിയിട്ട് വേണം ഇടാൻ. ചിക്കൻ വേവിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിച്ച് ഇടണം. അങ്ങനെ ഇതിനകത്തിട്ട് എടുക്കാം. അപ്പം നമുക്ക് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇട്ടിട്ട് അങ്ങനെയാണ് ബ്രെഡ് ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറയണം. ഞാനിങ്ങനെയാണ് ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് മുട്ട പൊരിച്ചിടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിട്ടാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിലെല്ലാം നമ്മൾ ഈ നെയ്യ് ഒഴിക്കുന്നേക്കാളും ബട്ടർ ഇട്ടാൽ, ബട്ടറും ഇച്ചിരി വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതാണ്, ബട്ടർ മാത്രമാണെങ്കിൽ നല്ലതാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയായിരുന്നു, നല്ലതായിരുന്നു എന്ന് അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോ കാണാം. മറക്കരുത് എല്ലാവരും ലൈക്ക് അടിക്കാൻ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ഉപ്പുമാവ് ബ്രെഡും കൊണ്ട് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് വിവരം പറയണം. എങ്ങനെയുണ്ടായിരുന്നോ, നല്ലതായിരുന്നോ? ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കണ്ടേ? നിങ്ങൾ ഇറച്ചി ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടാക്കാം. വെജിറ്റബിൾ കുറച്ചധികം വെജിറ്റബിൾ ഇട്ടിട്ടുണ്ടാക്കാം. ഇതൊക്കെ ചെയ്യാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഉപ്പൊക്കെ ഒരു പൊടിയേ ഇടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ബ്രെഡിന് ഉപ്പുണ്ട്, മധുരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വെജിറ്റബിൾ എത്രയാണോ ചേർക്കുന്നത് അതിന് മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ, ഒരു പൊടി ഉപ്പ്. ഇത്രയേ ഉള്ളൂ. വീഡിയോ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.